വിദ്യാർത്ഥികളുടെ അടിപിടി തടയുന്നതിനിടയിൽ ചൂരൽ പ്രയോഗിച്ചതിൻ്റെ ഭാഗമായി 2 ദിവസം പോലീസ് സ്റ്റേഷൻ വരാന്തയിലും പിന്നീട് 15,000 രൂപ നഷ്ടപരിഹാരവും നൽകേണ്ടി വന്ന വയനാട്ടിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് വൈറലാകുന്നു. തിരിച്ചറിവുകളുടെ 2 ദിനങ്ങൾ. ഇത്രയും വർഷങ്ങൾ കൊണ്ട് നേടാനാവാത്ത തിരിച്ചറിവുകൾ 2 ദിവസങ്ങൾ കൊണ്ട് സമ്മാനിച്ച വിദ്യാർത്ഥി സമൂഹത്തിനും രക്ഷിതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും നന്ദി പറയുകയാണ് ആ കുറിപ്പിലൂടെ ആ അധ്യാപകൻ. അധികാരങ്ങളും അവകാശങ്ങളുമില്ലാത്ത, ഉത്തരവാദിത്തങ്ങൾ മാത്രം പേറേണ്ട കോമാളി വേഷമാണ് അധ്യാപകൻ്റേതെന്ന തിരിച്ചറിവ് നൽകിയ 2 ദിനങ്ങൾ. കുട്ടികൾ തമ്മിൽ തല്ലുന്നത് കണ്ടാലും, വഴിതെറ്റിപ്പോകുന്നത് കണ്ടാലും, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും, കോപ്പി അടിച്ചാലും ഇല്ലെങ്കിലും, സ്കൂൾ തല്ലിപ്പൊളിച്ചാലും, കഞ്ചാവ് വലിച്ചാലും, കരണം കുത്തി മറിഞ്ഞാലും കണ്ണും കാതുമടച്ച് ഒരു ഗൂഢസ്മിതത്തോടെ ശമ്പളം എണ്ണി നോക്കി വീട്ടിൽ പോയാൽ മതി. പുതിയ യുഗത്തിലെ അധ്യാപകൻ എന്ന പുതിയ പാഠം പകർന്നു കിട്ടിയ 2 ദിനങ്ങൾ. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100 അർജുനൻ്റെ അസ്ത്രം പോലെ കുട്ടികൾക്ക് നൽകിയ ശിക്ഷയുടെ എണ്ണവും തീവ്രതയും ഓരോ മണിക്കൂറിലും പെരുകി വരുന്ന സുന്ദരമായ കാഴ്ചയും ആ അധ്യാപകൻ പോലീസ് സ്റ്റേഷനിൽ കണ്ടു. ഉത്തരവാദിത്തങ്ങളുടെ സമ്മർദ്ദവും പ്രതിബദ്ധതയും ഇല്ലാതെ പുസ്തകം ഛർദ്ദിച്ച് വീട്ടിൽ പോകുന്നതിൻ്റെ സുഖം അനുഭവിക്കാൻ കുറേ വർഷങ്ങളുടെ അധ്യാപന ജീവിതം കൂടി ബാക്കിയുള്ളത് ആശ്വാസം നൽകുന്നു. ആയതിനാൽ ഈ ആട് ഇനി ഒരു ഭീകര ജീവിയല്ലെന്ന് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന സമൂഹത്തോടും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു റിലാക്സേഷനൊക്കെ ഉണ്ട്. ശുഭം. ഇതാണ് ആ അധ്യാപകൻ പങ്കുവച്ച കുറിപ്പ്. ഒരധ്യാപകൻ്റെ അനുഭവമല്ല. പാലക്കാട് നടന്നത് എന്തുവാ? പഴയ കാലമല്ല. കാലം മാറുമ്പോൾ കഥയും മാറുമെന്ന് ഓരോ അധ്യാപകരും മനസ്സിലാക്കണം. ഇനിയെങ്കിലും സ്കൂളിലെ കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ കരുതി അവരെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ച ഒരു പാവം പ്രിൻസിപ്പലിനെ കുരുതി കൊടുത്ത കുട്ടികൾ, മാതാപിതാക്കൾ, നിങ്ങൾ അധ്യാപകർക്ക് തെറ്റുപറ്റി. കുട്ടികളെ സ്വന്തം മക്കളായി കണ്ടത് തെറ്റ്. അവരെ തിരുത്താൻ ശ്രമിച്ചത് അതിലേറെ തെറ്റ്. ആൺകുട്ടികളും പെൺകുട്ടികളും ക്ലാസ്സിലിരുന്ന് മദ്യപിച്ചതും തെറ്റായ സൗഹൃദങ്ങളിലേക്ക് പോകുന്നതും ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്താനും തിരുത്താനും നടപടിയെടുത്തത് ബാലാവകാശ മനുഷ്യാവകാശ ലംഘനമാണെന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് കഴിയാതെ പോകുന്നു. ഒന്നോർത്തോളൂ, 7 തലമുറ രക്ഷപ്പെടാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചോളൂ. ഈശ്വരൻ പൊറുക്കട്ടെ. ഇത്തരം ബുദ്ധിശൂന്യമായ നിയമങ്ങളാണ് ആദ്യം ഉടച്ചു വാർക്കേണ്ടത്. അധ്യാപകർ കുട്ടികളെ ശിക്ഷിക്കുന്നത് എന്തിനാ? മുൻവൈരാഗ്യം വല്ലതുമുണ്ടോ? പണ്ട് ഞാൻ പഠിച്ച എൻ്റെ നാട്ടിലെ ടൗൺ UP സ്കൂളിൽ, അതായത് പാലക്കുഴി സ്കൂൾ, ചെല്ലപ്പൻപിള്ള സാറിൻ്റെ ചൂരൽ കഷായം കുടിക്കാത്ത കുട്ടികൾ ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകില്ല. എനിക്കും അടി കൊണ്ടിട്ടുണ്ട്. സ്കൂളിൽ വന്നാൽ ഒരു കയ്യിൽ ചൂരലും കൊണ്ടേ പുറത്തിറങ്ങും. പഠിപ്പിക്കാൻ ക്ലാസ്സിൽ വരുമ്പോൾ തെറ്റ് കണ്ടാൽ ഡെസ്കിൻ്റെ മുകളിൽ കയറ്റി നിർത്തി അടിക്കും. ചെല്ലപ്പൻപിള്ള സാറിൻ്റെ അടി കൊള്ളുമ്പോൾ കൈപൊട്ടിയ സംഭവം ധാരാളമുണ്ട്. ഒരു മാതാപിതാക്കളും പരാതിയുമായി സ്കൂളിലോ പോലീസ് സ്റ്റേഷനിലോ പോയിട്ടില്ല. ഇന്നായിരുന്നെങ്കിലോ? അന്ന് സ്കൂളിൽ മാതാപിതാക്കൾ വരുമ്പോൾ സാറിനോട് അങ്ങോട്ട് പറയും നല്ല അടി കൊടുക്കണമെന്ന്. സാറ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള CPKP ലൈബ്രറിയനായി കുറേ വർഷം ഇരുന്നു. അന്നൊക്കെ ഞാനവിടെ ചെല്ലുമ്പോൾ സാറിന് എന്തൊരു സ്നേഹമായിരുന്നു. ഞങ്ങൾക്കൊക്കെ വലിയ ബഹുമാനവുമായിരുന്നു. റോഡിൽ വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും സാറിനെ കാണുമ്പോൾ അത്ര സ്നേഹവും ബഹുമാനവുമായിരുന്നു. അപ്പോഴും ഓർക്കും പഴയ ചൂരൽ കഷായത്തിൻ്റെ ഓർമ്മ. അതുപോലെ ബോയ്സ് സ്കൂളിൽ കണക്ക് പഠിപ്പിച്ചിരുന്ന ശിവശങ്കരപിള്ള സാറുണ്ടായിരുന്നു. സാറും അടിക്കുന്ന അടിക്ക് ഒരു കുറവുമില്ല, ഒരു ദാക്ഷിണ്യവുമില്ലായിരുന്നു, ഒരു ദയയില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇരട്ടപ്പേരിട്ടിരുന്നത് താടിവാല എന്നാണ്. സാറിനെ കാണുമ്പോൾ പേടിക്കും. സാറും റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പലതവണ കണ്ടിട്ടുണ്ട്. എത്ര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. ശിവശങ്കരപിള്ള സാർ വൈകുന്നേരം നടക്കാൻ വരും. ആ നടത്തത്തിനിടയിൽ പഠിപ്പിച്ച് എത്ര കുട്ടികളെ കാണുമെന്നറിയാമോ? അത് ടൗണിലൂടെയാണ് നടത്താം. എല്ലാവരോടും സ്നേഹം മാത്രമായിരുന്നു. അന്നത്തെ ഗുരുശിഷ്യ ബന്ധമല്ല ഇന്നുള്ളത്. അന്നത്തെ അനുഭവം വെച്ച് ഇന്ന് അധ്യാപകർ പഠിപ്പിക്കാൻ വന്നാൽ അഴിയെണ്ണം, ഒരു തർക്കവും വേണ്ട.